പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. ഓപ്പറേഷൻ സിന്ദൂറിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ. ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച മിനിറ്റുകൾക്കുള്ളിൽ നിയന്ത്രണ രേഖയ്ക്ക്, അതായത് എൽ ഒ സിക്ക് സമീപമുള്ള ഇന്ത്യയിലെ ഉറി ജലവൈദ്യുത നിലയം ആക്രമിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചതായി ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. വൈദ്യുത നിലയം ലക്ഷ്യമിട്ട് വന്ന ഡ്രോണുകൾ CISF സംഘം വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. ഡ്രോണുകൾ നിർവീര്യമാക്കുകയും പ്രദേശത്തുണ്ടായിരുന്ന ഗ്രാമവാസികളെ ഒഴിപ്പിക്കുകയും ചെയ്തു എന്നുള്ള വെളിപ്പെടുത്തൽ. കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിലെ CISF ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. ആക്രമണം നടന്ന മെയ് 6 രാത്രി വൈദ്യുത നിലയത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 19 CISF ഉദ്യോഗസ്ഥർക്ക് ഡയറക്ടർ ജനറലിന്റെ പ്രത്യേക ബഹുമതി നൽകി ആദരിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ ആക്രമണങ്ങൾ കനത്ത പ്രഹരമായിരുന്നു പാകിസ്ഥാന് നേരെയുണ്ടായിരുന്നത്. ആ പ്രഹരത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ തന്നെയാണ് ഓരോ നിമിഷവും ഇത്തരത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിൽ നടന്ന CISF ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഒരു പ്രത്യാക്രമണത്തിനുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അത് നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ഇന്ത്യയിലെ ഉറി ജലവൈദ്യുത നിലയം ആക്രമിക്കാനായിരുന്നു. അതിനായി പാകിസ്ഥാൻ കുറച്ചധികം ശ്രമിച്ചിരുന്നു. എന്നാൽ ആ ശ്രമം പരാജയപ്പെടുന്ന തരത്തിൽ ഇന്ത്യയുടെ ഡ്രോണുകൾ CISF, കൃത്യമായി പറഞ്ഞാൽ പാകിസ്ഥാന്റെ ഡ്രോണുകൾ CISF സംഘം വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. വൈദ്യുത നിലയം ലക്ഷ്യമിട്ട് വന്ന പാകിസ്ഥാനി ഡ്രോണുകളെയാണ് CISF സംഘം വെടിവെച്ച് വീഴ്ത്തിയത്. ഡ്രോണുകൾ നിർവീര്യമാക്കുകയും ചെയ്തു. അതോടൊപ്പം കൂടുതൽ കരുതലിനായി പ്രദേശത്തുണ്ടായിരുന്ന ഗ്രാമവാസികളെ ഒഴിപ്പിച്ചിരുന്നു എന്നുള്ളതൊക്കെയാണ് ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ.